നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ചിതലരിച്ച മരങ്ങൾ മുറിച്ചു തുടങ്ങി. മലമ്പുഴ വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴ കാർ പാർക്കിൽ ചിതലരിച്ച് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി തുടങ്ങി. കഴിഞ്ഞ ആഴ്ചയിൽ പുലർച്ചെ 1:30 ഒരു വൻമരം കടപുഴങ്ങി വീണിരുന്നു. ചായക്കടയ്ക്ക് മുകളിൽ ഒരു വശത്ത് വീണതിനാൽ വൻ ദുരന്തത്തിൽ നിന്നും കടയിൽ കിടന്നുറങ്ങിയിരുന്ന ജീവനക്കാരൻ രക്ഷപ്പെട്ടിരുന്നു. ഫയർഫോഴ്സ് അധികൃതരും നാട്ടുകാരും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് നടപടി ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മരം വീണിട്ട് കുറേ ലൈൻ കമ്പികളും കടകളുടെ കുറേ ചെയറുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പരാതി നമ്മൾ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ വന്ന് എല്ലായിടത്ത് ഉന്നതങ്ങളെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് മരം മുറിച്ച് എല്ലാം വെട്ടി ഒതുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മഴക്കാലം നമുക്ക് സമാധാനത്തിലൂടെ ടൂറിസ്റ്റുകൾക്കും കാർ പാർക്ക് ചെയ്യാനുള്ളവർക്കൊക്കെ സമാധാനത്തിൽ ഒന്ന് പാർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ അതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ മരം കൊല്ലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉദ്യോഗസ്ഥർക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മുമ്പിലൊരു മരം വീണ ശേഷമാണ് അവർ ഒന്ന് കട്ട് ചെയ്തത്. ഈ മരങ്ങൾ നോക്കുന്നത് പോട് പിടിച്ച് കിടക്കുകയാണ്. എല്ലാം വെട്ടി എല്ലാം ശരിയാക്കിയപ്പോൾ ഇനിയിപ്പോൾ വീണാലും വലിയ കുഴപ്പമില്ല. ചെയ്ത എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നന്ദി. റോഡ് പണി പാതി വഴിയിൽ നിന്നതായി പരാതി. മലമ്പുഴ റേഷൻ കട, പൗൾട്രി ഫാം, ജലസേചന വകുപ്പ് ഓഫീസ്, മൃഗാശുപത്രി, കുടുംബാരോഗ്യ കേന്ദ്രം, നഴ്സിംഗ് സ്കൂൾ, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന റോഡ് പണി ആരംഭിച്ചത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയത് ജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കുന്നതായി പരാതി. വശങ്ങളിൽ ചാലുകോരി മെറ്റൽ ഇട്ടിരിക്കുകയാണ്. മഴ പെയ്തതോടെ മണ്ണ് ചെളിയായി മാറി ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുന്നത് സ്ഥിരം കാഴ്ചയാണെന്ന് നാട്ടുകാർ പറയുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് ഏറെ വർഷങ്ങൾ കടന്നുപോയിരുന്നു. പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും മാധ്യമ വാർത്തകൾക്കും ഒടുവിലാണ് റോഡ് പണി ആരംഭിച്ചത്. എന്നാൽ കരാറുകാരന് കുടിശ്ശികയുള്ളതിനാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് പണി നിന്നുപോയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എത്രയും വേഗം കരാറുകാരുടെ സാമ്പത്തിക പ്രതിസന്ധി നീക്കാൻ പെൻഡിങ്ങുള്ള ബില്ലുകൾ പാസാക്കി കൊടുക്കണമെന്ന് കരാറുകാരും നാട്ടുകാരും ആവശ്യപ്പെടുന്നു. എങ്കിൽ മാത്രമേ ഇത്തരം പണികൾ പൂർത്തീകരിക്കാനാവൂ എന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ട്. നാട്ടുകാരും കരാറുകാരും ഇതേപറ്റി പങ്കുവയ്ക്കുന്നു. ഇത്രയും സ്ഥാപനങ്ങളിലേക്ക് ഒട്ടേറെ ജനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ്. എത്രയും വേഗം ശരിയാക്കേണ്ടതാണ്.